ഹായ് ഫ്രണ്ട്സ്, ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ചെറിയൊരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ഏലയ്ക്ക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതാണെങ്കിൽ 5 എണ്ണം എടുക്കാം. അതിൽ നിന്ന് നമുക്കൊരു പിടി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിന്നും ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി അരക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 8ഓ 10ഓ കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി സവോളയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. വലുതൊക്കെ ആണെങ്കിൽ 1ൻ്റെ പകുതി മതിയാവും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അതുപോലെ ഈ ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ സവോള വഴറ്റുന്ന സമയത്ത് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പൊടികളുടെയൊക്കെ ആ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവോളയുടെ പേസ്റ്റില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. കുറുകിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയുടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് തണിയുമ്പോഴാണ് കുറച്ചും കൂടി ആ ടേസ്റ്റും അതുപോലെ തന്നെ കളറൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു എഗ് മസാലയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ.